അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, കോഴിക്കോട് നോർത്ത് ജില്ലയുടെ ഹയർ സെക്കൻഡറി സമ്മേളനത്തിൽ ഒരുപാട് വിദ്യാർത്ഥിനികളെ കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം മഹാഭാഗ്യവാന്മാരാണ്. വിശുദ്ധ ഇസ്ലാം എന്ന മതത്തിൻ്റെ സുന്ദരമായ കാഴ്ചപ്പാടിനെ അഭിമാനകരമായി ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്നു. അതിന് നിങ്ങൾക്ക് അവസരം വന്നെത്തി. ഈ അവസരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവിയെ സുതാര്യമാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാം എന്ന മതം ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതോടുകൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് ലഭിക്കും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കാർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ പറയാൻ കഴിയുമോ? ഇസ്ലാം എന്ന മതത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതോടെ നമുക്കെന്താണ് ലഭിക്കുക? സ്വർഗം ലഭിക്കും എന്നതാണ് സദസ്സിൽ നിന്നുള്ളൊരു ഉത്തരം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ്. സ്വർഗമാണ് നമുക്ക് ലഭിക്കുക. അതായത് ഈ ജീവിതത്തിന് ശേഷം നമുക്ക് സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, ശാന്തിയുള്ള, സൗഭാഗ്യമുള്ള ഒരു ജീവിതം ലഭിക്കും. അതോടുകൂടെ നമുക്കെന്ത് ലഭിക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ആരെങ്കിലും ഒരാൾ പറയോ? സ്വർഗം നമുക്ക് ലഭിക്കും, അതോടുകൂടെ പിന്നെന്താണ് നമുക്ക് ലഭിക്കുക? ആ ഉത്തരമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. സ്വർഗം നമുക്ക് ലഭിക്കും. നമ്മുടെ ഈ ജീവിതമുണ്ടല്ലോ, ഇവിടെ നമുക്ക് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ് ഇവിടെ നമുക്ക് ജീവിച്ച് തീർക്കണം. അത് 60 വയസ്സാകാം, 20 വയസ്സാകാം, 70 വയസ്സാകാം, 80-80-ന് മുകളിലുമൊക്കെയാകാം. അത് നമുക്ക് ജീവിച്ച് തീർക്കണം. അത് നമ്മുടെ വീടിനകത്ത് നമുക്ക് ജീവിച്ച് തീർക്കാൻ കഴിയില്ല. നമുക്ക് ക്യാമ്പസുകളിൽ പോകണം, നമുക്ക് ഉന്നതമായ ജോലി വേണം, നമുക്കൊരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര പോകണം. നമ്മൾ പുരുഷന്മാരാണ്, സ്ത്രീകളാണ്, ആൺകുട്ടികളാണ്, പെൺകുട്ടികളാണ്. എവിടെ പോയാലും ആരെയും ഭയപ്പെടാതെ നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും നമ്മുടെ അഭിമാനവും എവിടെയും പണയം വെക്കാതെ നമുക്ക് ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ ഈ മതം ഉൾക്കൊള്ളുന്നതോടുകൂടെ നമുക്ക് സാധിക്കും. നമ്മുടെ ശരീരത്തെ, നമ്മുടെ അഭിമാനത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ സൗഭാഗ്യങ്ങളെ അഭിമാനകരമായി ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വിശുദ്ധ ഇസ്ലാം എന്ന മതം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതോടുകൂടെ, ആ ഇസ്ലാമിൻ്റെ വഴിയെ നാം സ്വീകരിക്കുന്നതോടെ ഇഹലോകത്ത് നമുക്ക് സാധിക്കും. ഇവിടെ നമുക്ക് സാധിക്കും, ക്യാമ്പസുകളിൽ നമുക്ക് സാധിക്കും, ജോലിസ്ഥലങ്ങളിൽ നമുക്ക് സാധിക്കും, നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും നമുക്ക് സാധിക്കും. അതിന് നാം ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് അല്ലാഹു നൽകിയ ഈ ദീൻ, ഈ മതം, അതിനെ അഭിമാനകരമായി നാം കാണണം. ഈ മതത്തെ നാം അഭിമാനകരമായി കാണണം. നമ്മളിങ്ങനെ ഒരു തരം അപമാനകരമായി ഈ മതത്തെ നമ്മൾ കാണാൻ പാടില്ല. നമ്മൾ ഈ മതത്തെ അഭിമാനമായി കാണണം. ക്യാമ്പസിൽ അഭിമാനമായി കാണണം, നമ്മുടെ വേഷത്തിൽ അഭിമാനമായി കാണണം, നമ്മുടെ സംസ്കാരത്തിൽ അഭിമാനകരമായി കാണണം, നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ അഭിമാനകരമായി കാണണം. നമുക്ക് അല്ലാഹു നൽകിയ ഈ മതത്തെ അഭിമാനകരമായി കാണണം. ആരുടെ മുൻപിലും, മുസ്ലിങ്ങളുടെ മാത്രം മുൻപിലല്ല, നമ്മുടെ ഇതര മതസ്ഥരായ സുഹൃത്തുക്കളുടെ മുൻപിൽ, നമ്മുടെ സഹോദരങ്ങളുടെ മുൻപിൽ, നാം ടൂറ് പോകുന്ന സന്ദർഭത്തിൽ, നാം ഇടപഴകി ജീവിക്കുന്ന സന്ദർഭത്തിൽ, ഇസ്ലാമിൻ്റെ വേഷം ധരിക്കുന്ന സന്ദർഭത്തിൽ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും അഭിമാനകരമായി മാറി നിൽക്കാനും അഭിമാനകരമായി ഈ മതത്തെ ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം. റളീതു ബില്ലാഹി റബ്ബൻ
വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. എല്ലാവരും പറയണം കേട്ടോ. ഇതൊരു പ്രാർത്ഥനയാണ്. രാവിലെ പ്രാർത്ഥിച്ചാൽ, വൈകുന്നേരം പ്രാർത്ഥിച്ചാൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗമാണ്, അവന് സ്വർഗമാണ്. ദാക തഅമുൽ ഈമാൻ, അവൻ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചവനാണ്. അൻ യുർളിയഹു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടും. എന്താണ് പ്രാർത്ഥന? റളീതു ബില്ലാഹി റബ്ബൻ. പ്രാർത്ഥിക്കൂ, റളീതു ബില്ലാഹി റബ്ബൻ. എല്ലാവരും റളീതു ബില്ലാഹി റബ്ബൻ, റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. ഞാൻ എൻ്റെ റബ്ബിനെ, ഞാൻ എൻ്റെ സട്ടാവിനെ, ഞാൻ എൻ്റെ രക്ഷിതാവിനെ, ഈ അണ്ടകടാഹങ്ങളെ അടക്കി ഭരിക്കുന്ന, എൻ്റെ ജീവിതത്തിന് കാരണമായ, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന എൻ്റെ റബ്ബിനെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, എൻ്റെ ദീനുണ്ടല്ലോ, എൻ്റെ മതമുണ്ടല്ലോ, വിശുദ്ധമായ ഇസ്ലാം എന്ന മതം, അതിനെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, ഞാൻ എൻ്റെ പ്രവാചകനെ, എൻ്റെ ഹബീബിനെ, അഷ്റഫുൽ ഖൽഖിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഇത് പ്രാർത്ഥിക്കാൻ മാത്രമുള്ളതാണോ? ഇത് പ്രാർത്ഥിക്കാൻ മാത്രമുള്ളതാണോ? ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ളതാണ്. വിശുദ്ധ ഇസ്ലാം എന്ന മതത്തെ നാം ഇഷ്ടപ്പെടണം. നമുക്കതിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടവും താല്പര്യവും ഉണ്ടാകണം. സാധാരണ ഒരു 2-3 ടൈപ്പ് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തേത്, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആൺകുട്ടിയാണ്, പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീയാണ്, ഒരു മുസ്ലിം പുരുഷനാണ്. അവർ ഇസ്ലാമിനെക്കുറിച്ച് അറിയുന്നു, ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് പണ്ഡിതനാകുന്നു എന്നല്ല, ഇസ്ലാമിനെക്കുറിച്ച് പ്രാഥമികമായി അറിയാൻ വലിയ പാണ്ഡിത്യത്തിൻ്റെ ആവശ്യമില്ല. അവർ ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് അറിയുന്നു, അതിൻ്റെ സംസ്കാരത്തെക്കുറിച്ച്, അതിൻ്റെ അനുഷ്ഠാനത്തെക്കുറിച്ച്, അതിലെ വേഷവിധാനത്തെക്കുറിച്ച്, അതിൽ മറ്റുള്ളവരോട് ഇടപഴകുന്നതിനെക്കുറിച്ച്, അതിലെ ആൺ പെൺ അതിർവരമ്പുകളെക്കുറിച്ച്, അതിലെ നിയമങ്ങളെക്കുറിച്ച്, അതിലെ അനുഷ്ഠാനത്തെക്കുറിച്ച് അറിയുന്നു. ആ അറിഞ്ഞത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ അഭിമാനമുള്ളവരായി ജീവിക്കുന്നു നിങ്ങളെപ്പോലെ. രണ്ടാമത്തൊരു വിഭാഗം ഇസ്ലാം എന്ന മതത്തെ അറിഞ്ഞവരാണ്, പക്ഷേ തങ്ങളുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അറിയാതെ ആ ഇസ്ലാമിൻ്റെ നിയമം പിടുത്തം വിട്ടുപോകും. അവർ ടൂറ് പോകുമ്പോൾ അറിയാതെ ആ നിയമം പിടുത്തം വിട്ടുപോകും. തങ്ങളുടെ സുഹൃത്തുക്കൾ ലഹരിയിലേക്ക് പോകുമ്പോൾ അറിയാതെ ആ നിയമം പിടുത്തം വിട്ടുപോകും. തൻ്റെ കൂടെയുള്ള 9 പെൺകുട്ടികൾ, 10-ൽ 9 പെൺകുട്ടികളും ഇസ്ലാമിക വേഷത്തോട് ഒരു തരം അനിഷ്ടം കാണിക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെയോ, അറിയാതെ ഇസ്ലാമിനെ സ്വീകരിക്കുവാനുള്ള കാരണം പരലോകത്ത് സ്വർഗം ലഭിക്കുമെന്നത് മാത്രമല്ല പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്ത് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, പീഡിപ്പിക്കപ്പെടാതെ, കാസ്റ്റിംഗ് കൗച്ചിന് വിധേയമാകാതെ, തൻ്റെ അഭിമാനത്തിന് അപമാനമേൽക്കാതെ, എന്നെ പീഡിപ്പിച്ചു എന്ന് ആർത്തു പറയാതെ, അതിന് കമ്മീഷന് നിയമിക്കാതെ, തൻ്റെ ശരീരവും തൻ്റെ സമ്പത്തും അഭിമാനകരമായി മുന്നോട്ട് പോകണോ? ഇസ്ലാമിൻ്റെ നിയമങ്ങൾ സ്വീകരിച്ചാൽ മതി.
യാ അയ്യുഹല്ലദീന ആമനുസ്തജീബു ലില്ലാഹി വലിറസൂലി ഇദാ ദആകും ലിമാ യുഹീകും. ഹേ വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ പ്രവാചകരും നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളെ മുരടിപ്പിക്കുന്ന ഒരു സന്ദേശത്തിലേക്കല്ല, നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്ന ഒരു സന്ദേശത്തിലേക്കല്ല. നിങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്തവർ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ടാകും. അല്ലാഹുവിൻ്റെ പ്രവാചകരും നിങ്ങളെ ക്ഷണിക്കുന്നത് ലിമാ യുഹീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, നിങ്ങൾക്ക് ജീവിതം നൽകുന്ന, നിങ്ങൾക്ക് അഭിമാനം നൽകുന്ന ഒരു ജീവിതത്തിലേക്കാണ്. എന്താ സംശയം? നമ്മൾ ഏത് വർഷത്തിലാണ് ജീവിക്കുന്നത്? നമ്മൾ ഏത് വർഷത്തിലാണ് ജീവിക്കുന്നത്? 2024. 2024 സമൂഹത്തിൽ അറിയപ്പെടുന്ന, സമൂഹത്തിൽ പ്രൗഢിയുള്ള, സമൂഹത്തിൽ പ്രതാപമുള്ള, വരുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കൂടി കൈയടിക്കുന്ന, ലക്ഷക്കണക്കിന് രൂപ ഉദ്ഘാടനങ്ങളിൽ വാങ്ങുന്ന, വെള്ളിത്തിരകളിൽ മിന്നിത്തിളങ്ങുന്ന സിനിമാ നടിമാർ പറയുന്നു, ഞങ്ങൾക്ക് ഒറ്റക്കൊരു സ്ഥലത്തൊരു പ്രൊഡ്യൂസറുടെ മുന്നിൽ ഇരിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ഈ മേഖലയിൽ ജോലി ചെയ്യാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് സ്വസ്ഥമായി ടോയ്ലറ്റിലേക്ക് പോകാൻ കഴിയുന്നില്ല. ആരെ ഞങ്ങൾ വിശ്വസിക്കും? പരാതികളുടെ കൂമ്പാരങ്ങൾക്ക് മറുപടിയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. 2024 രാജ്യത്തിനു വേണ്ടി കളിക്കുന്ന അറിയപ്പെടുന്ന കളിക്കാർ ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരാതി ഈ രാജ്യത്തിന് മെഡൽ നേടിക്കൊടുത്ത ഉന്നതരായ സ്ത്രീകൾ പറയുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് സ്ത്രീ സുരക്ഷയ്ക്കുള്ള പരിഹാരം? എന്താ പരിഹാരം? എന്താണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിനൊക്കെയുള്ള പരിഹാരം? എന്താ? സ്ത്രീ പുരുഷന്റെ വേഷം കയറ്റിയാൽ, പുരുഷൻ ധരിക്കുന്ന വേഷം സ്ത്രീ ധരിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവോ? ഒരു ബെഞ്ചിൽ ആദ്യം ആൺകുട്ടിയിരിക്കുന്നു, പിന്നെ പെൺകുട്ടിയിരിക്കുന്നു, പിന്നെ ആൺകുട്ടിയിരിക്കുന്നു, പിന്നെ പെൺകുട്ടിയിരിക്കുന്നു. സമത്വം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. കാരണം എന്താ? ഒരു ബെഞ്ചിൽ ആണും പെണ്ണും ഇരിക്കുന്നു, ഒരു ബസ് സ്റ്റോപ്പിൽ പുരുഷന്റെ മടിയിൽ ഒരു പെണ്ണിരിക്കുന്നു. പുരോഗമനം. എതിർക്കുന്നവരോ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ ഒരു രജിസ്റ്ററിൽ ആദ്യം ആൺകുട്ടിയുടെ പേരെഴുതുന്നു, പിന്നെ പെൺകുട്ടിയുടെ പേരെഴുതുന്നു, പിന്നെ ആൺകുട്ടിയുടെ പേരെഴുതുന്നു, പിന്നെ പെൺകുട്ടിയുടെ പേരെഴുതുന്നു. പുരോഗമനം. വിവാഹം വേണ്ട, വിവാഹം അടിമത്വം. പിന്നെയോ ലിവിങ് ടുഗദർ. ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ കാണുന്നു, നമുക്കൊന്നാകുകയല്ലേ? അവനെക്കുറിച്ചറിയോ? അവൻ്റെ ചുറ്റുപാടറിയോ? ആരുടെ അടുത്ത് നിന്നെങ്കിലും വാടകക്കെടുത്തു വരുന്ന ബനിയനും എവിടെ നിന്നെങ്കിലും വാങ്ങുന്ന ഒരു ജീൻസും ധരിച്ച് മുടിയൊക്കെ വളർത്തി മുന്നോട്ട് വന്ന് നമുക്കൊന്നായാലോ? ഏയ് വേണ്ട, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ല. യെസ്, നമുക്കൊന്നാകാം. എന്താ ഡിമാൻഡ്? ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ ഒന്നായി. ആർക്കാണോ മടുക്കുന്നത് അപ്പോൾ പിരിയാം. പുരോഗമനം. ഒന്നായി 6 മാസം ഒന്നിച്ച് ജീവിച്ചു. സ്വാഭാവികമായി പെണ്ണാണ് ഗർഭിണിയാകുക, ആണ് ഗർഭിണിയാവില്ല. പെണ്ണ് ഗർഭിണിയായി, ഇവന് മടുപ്പ് വന്നു, ഇവൻ അടുത്ത പുരോഗമനം ഉണ്ടാക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇവൻ ഈ പെണ്ണിൻ്റെ അടുത്ത് വന്ന് പറയൻ, നമ്മൾ തമ്മിലൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. എന്താ? ഇഷ്ടമുള്ള സമയത്ത് ഒന്നിച്ചു, ആർക്കെങ്കിലും ഒരാൾക്ക് മടുത്താൽ ഒഴിവാകാം. എനിക്ക് മടുത്തു, ഞാൻ ഒഴിവായാലോ? അപ്പോൾ അവൾ കരയാൻ പാടില്ല, കരഞ്ഞാൽ പെണ്ണാകും, പിന്നെ ആണാകണം, കരയാതെ പുരോഗമനവാദിയാകാൻ. അതിനെന്താ? അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ? ഓക്കെ ശരി. ആരാണ് ഗർഭം ധരിച്ചത്? പെണ്ണ്. ആരാണ് ഗർഭകാലത്തെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടത്? പെണ്ണ്. ആരാണ് ഈ കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കേണ്ടത്? പെണ്ണ്. ആരാണ് കുഞ്ഞിനെ പാലൂട്ടേണ്ടത്? പെണ്ണ്. ആരാണ് ഈ കുഞ്ഞിനെ പോറ്റേണ്ടത്? പെണ്ണ്. ആരാ വിധവയാകേണ്ടത്? പെണ്ണ്. ആരാ അനാഥയായി വളരേണ്ടത്? ഈ കുട്ടി. ആണിനെന്തേ സംഭവിച്ചത്?
ആണിനെന്തേ സംഭവിച്ചത്? പെണ്ണിന് മാത്രം നഷ്ടം സംഭവിക്കുന്ന ഒരു സംവിധാനത്തെ, വിവാഹമെന്ന പെണ്ണിന് അധികാരം ലഭിക്കുന്ന, പെണ്ണ് ചോദിക്കുന്ന മഹർ ലഭിക്കുന്ന, തൻ്റെ പിതാവിൻ്റെ ആണിനോട് ഞാനിതാ താങ്കളുടെ മകളെ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ സംരക്ഷിക്കാം, ഞാൻ പോറ്റാം, അവളുടെ മുഖത്തടിക്കാതെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ അവളെ പോറ്റാം. പെൺകുട്ടി ചോദിക്കുന്ന മഹർ ലഭിച്ച് അഭിമാനത്തോടുകൂടി കഴിയാൻ കഴിയുന്ന വിവാഹമെന്ന സംവിധാനത്തെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റി ലിവിങ് ടുഗദറിലേക്ക് കടന്നു ചെന്ന് എല്ലാ നഷ്ടങ്ങളും ഏറ്റുവാങ്ങി പെണ്ണിന് മാത്രം നഷ്ടം സംഭവിക്കുന്ന ഒരു സംവിധാനത്തെ ആൺമേൽക്കോയ്മ പുരോഗമനമായി അവതരിപ്പിക്കുമ്പോൾ പെൺമക്കളെ, ഇസ്ലാം എന്ന സംവിധാനത്തിൻ്റെ വൈവാഹിക കാഴ്ചപ്പാടുണ്ടല്ലോ, അതിൽ നമുക്ക് അഭിമാനമുണ്ടാകണം. നീ ഏതെങ്കിലും ഒരു റോഡ് സൈഡിൽ നിന്ന് നമ്മൾ ഒന്നാകുകയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്ക് സമ്മതം മൂളി ചവറ്റുകൊട്ടയിലേക്ക് ചണ്ടിയായി വലിച്ചെറിയാനുള്ളവനല്ലടോ ഞാൻ. എന്നെ നിനക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന പണം വേണം, ഞാൻ ചോദിക്കുന്ന പണ്ടം വേണം, ഞാൻ ചോദിക്കുന്ന സ്ഥലം വേണം. എനിക്കെൻ്റെ പ്രവാചകൻ എൻ്റെ ഇഷ്ടമുള്ള മഹർ ചോദിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. എന്താണ് നിന്റെ കയ്യിൽ? സാക്ഷി വേണം, എൻ്റെ പിതാവറിയണം, എൻ്റെ മാതാവറിയണം. ഇതാണ് ഇസ്ലാം. മക്കളെ, അഭിമാനമുണ്ടാകണം, അഭിമാനമുണ്ടാകണം ഈ മതത്തിൽ. അത്ര സംരക്ഷണമാണ് ഈ മതം നമുക്ക് നൽകുന്നത്. മുസ്ലിം പെൺകുട്ടികൾ തട്ടമൂരിയാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കോ? സമത്വം ഉണ്ടാകുമോ? ഉണ്ടാകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുസ്ലിം പെൺകുട്ടികൾ തട്ടം മാറ്റിയാൽ എല്ലാ പ്രശ്നം അവസാനിക്കോ? പെണ്ണ് വിചാരിക്കൻ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കയറി വരുമ്പോൾ അർദ്ധനഗ്നയായ ഒരു പെണ്ണിനെ നിർത്തുമ്പോൾ പെണ്ണ് വിചാരിക്കുക എനിക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന ഒരു സ്ഥാനമേ എന്ന്. സ്ഥാനാണോ? ഒരു കൂറച്ചോക്കയുടെ പരസ്യത്തിൽ വരെ, ഒരു കൂറച്ചോക്കയുടെ പരസ്യത്തിൽ വരെ, ഒരു വാട്ടർ ടാങ്കിൻ്റെ പരസ്യത്തിൽ വരെ, കിണറ്റിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു പമ്പിൻ്റെ പരസ്യത്തിൽ വരെ, പെണ്ണുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു പ്രൊഡക്റ്റിൽ വരെ അർദ്ധനഗ്നയായ ഒരു സ്ത്രീയുടെ ചിത്രം വെച്ച് പെണ്ണ് പറയൻ പുരോഗമനം. ആരുടെ ശരീരമാണ് കമ്പോളവൽക്കരിക്കുന്നത്? ആരെയാണ് ചൂഷണത്തിന് വിധേയമാകുന്നത്? 18 വയസ്സിന് താഴെ വരെയുള്ള മക്കളിൽ അശ്ലീലകരമായ പ്രവർത്തനം, കൊലപാതകങ്ങൾ, പീഡനങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണമെന്താ? ഈ അശ്ലീലത നോക്കിക്കാണുന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇസ്ലാം എന്ന മതത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലത്ത്, ജോലി ലഭിക്കണമെങ്കിൽ ശരീരം നൽകണമെന്ന വ്യവസ്ഥയുണ്ടാകുന്ന ഒരു കാലത്ത് നമ്മുടെ ചിരി എങ്ങനെയാകണം, നമ്മുടെ നോട്ടം എങ്ങനെയാകണം, നമ്മുടെ വേഷം എങ്ങനെയാകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് സിനിമാ മേഖലയാണല്ലോ. ആ മേഖലയിലെ സ്ത്രീകൾ പറയുന്നു ഞങ്ങൾക്കൊരവകാശമില്ലാത്ത ഒരു സംവിധാനമെന്ന്. അവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികതയുടെ, സ്ത്രീ സംരക്ഷണത്തിൻ്റെ അവകാശങ്ങൾ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ലഭിക്കുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജനനം, അവളുടെ വളർച്ച, അവരുടെ ജീവിതത്തിലെ സംസ്കാരം, ഇതൊക്കെ ഇസ്ലാം മാന്യമായി നോക്കിക്കാണുകയാണ്. പെൺകുട്ടി ജനിക്കുന്ന സന്ദർഭത്തിൽ വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. പെൺകുട്ടിയാണോ എങ്കിൽ മുഖം കറുത്തിരുണ്ടു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് പെണ്ണാണ് എന്ന് പറഞ്ഞാൽ വഅതഅമഹുന്ന വസഖാഹുന്ന വകസാഹുന്ന മിൻ ജിദ്ദതിഹി കുന്ന ലഹു ഹിജാബൻ മിനന്നാർ. സ്വന്തം ഒരു പെൺകുട്ടിയുണ്ടായി വീട്ടിൽ നിന്ന് പുറത്താകുന്ന പ്രായമായാൽ ഉപ്പ ആ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി അവിടെ മലംചരിവിൽ വലിയ കുഴികൾ കുടിച്ച് ആ കുഴി കുടിക്കുമ്പോൾ ഉപ്പയുടെ ശരീരത്തിലും താടിയിലുമാകുന്ന ആ മണൽത്തരികളെ സ്നേഹത്തോടുകൂടി തട്ടിക്കൊടുക്കുന്ന ആ പെൺകുട്ടി അവസാനം ആ പെൺകുട്ടിയെ ആ കുടിയിലേക്ക് വലിച്ചെറിഞ്ഞ് മൂടുന്ന സമയത്തിൽ ഉപ്പാ ഉപ്പാ എന്ന് ആർത്തു നിലവിളിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് പ്രിയപ്പെട്ട മക്കളെ, ഹബീബിൻ്റെ മുന്നിൽ സ്വന്തം മകളെ കുടിച്ചിട്ട ഒരു സഹാബി സങ്കടം പറയുകയാണ്. പെൺകുട്ടിയുണ്ടായാൽ അപമാനമായി നോക്കിക്കാണിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് വഅതഅമഹുന്ന. നിങ്ങൾക്ക് 2-3 പെൺകുട്ടികളുണ്ടോ?
നിങ്ങൾക്ക് 3 പെൺകുട്ടികളുണ്ടോ? വഅതഅമഹുന്ന വസഖാഹുന്ന വകസാഹുന്ന, നിങ്ങൾ അവർക്ക് ഭക്ഷണം നൽകുക, നിങ്ങൾ അവർക്ക് വെള്ളം നൽകുക, നിങ്ങൾ അവർക്ക് വസ്ത്രം നൽകുക, നിങ്ങൾ അവർക്ക് സംസ്കാരം നൽകുക. കുന്നലഹു ഹിജാബം മിനന്നാർ, നരകത്തിലേക്ക് പോകാതിരിക്കാൻ, സ്വർഗം ലഭിക്കാൻ ഒരു മാതാവിനും പിതാവിനും 3 പെൺകുട്ടികൾ ഉണ്ടായാൽ മതി എന്ന സന്ദേശം ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കൂട്ടത്തിൽ സഹാബിമാർ ചോദിച്ചു, പ്രവാചകരെ 2 പെൺകുട്ടികളുണ്ടെങ്കിലോ? 1 പെൺകുട്ടിയുണ്ടായാൽ അപമാനകരമായി കാണിരുന്ന രക്ഷിതാക്കൾ പെൺകുട്ടികളുണ്ടാകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധാനത്തെ, ഒരു കാഴ്ചപ്പാടിനെ, ഒരു സംസ്കാരത്തെ വിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട മക്കളെ വളർത്തിയെടുക്കുകയാണ്. ദുനിയാ മതാഉൻ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വിഭവമാണ്. വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സ്വാലിഹ, ഏറ്റവും നല്ല വിഭവം അതൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞു. ആ സ്ത്രീയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ സ്ത്രീയെ കാമത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. വഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, പുരുഷന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തുക, നിങ്ങളുടെ കാമത്തിൻ്റെ കടികക്കണ്ണുകൾ സ്ത്രീകളുടെ നേരെയാകരുത് എന്ന് വിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കുകയാണ്. സ്ത്രീക്ക് മാന്യമായ വേഷം നൽകി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇസ്ലാമിക വേഷം നമ്മൾ ധരിക്കുന്നു. ഞാൻ ഈ മക്കളോട് ചോദിക്കാൻ, നിങ്ങളിൽ എത്ര ആളുകൾ അഭിമാനത്തോടുകൂടി ഈ വസ്ത്രം ധരിക്കുന്നുണ്ട്? ഒന്ന് കൈ ഉയർത്തിക്കാണി. അഭിമാനത്തോടെ, കൂട്ടുകാർക്കിടയിൽ, ടൂർ പോകുമ്പോൾ, സഹപ്രവർത്തകർക്കിടയിൽ, ഇതര മതസ്ഥർക്കിടയിൽ, ആഘോഷങ്ങളുടെ സമയത്ത് അഭിമാനത്തോടെ എത്ര ആളുകൾ ധരിക്കുന്നുണ്ട്? അഭിമാനം വേണം മക്കളെ. 1822 മുതൽ 1865 വരെ 43 വർഷം കേരളത്തിൽ ഒരു കലാപം നടന്നിട്ടുണ്ട്. എത്ര വർഷം? 43 വർഷം. എന്താണ് ആ കലാപത്തിൻ്റെ പേരെന്നോ? 5 പേരുകൾ ആ കലാപത്തിനുണ്ട്. ചാനാർ ലഹള, മേൽശീല സമരം. എന്തിനാണ് ആ കലാപം നടന്നതെന്നോ? ചാനാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഈ കേരളത്തിലുണ്ടായിരുന്നു. നാടാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറക്കാൻ, ശരീരത്തൊരു ശീലയിടാൻ, അതുകൊണ്ടാണ് മേൽശീല സമരം എന്ന പേര് വന്നത്. അതിന് സ്വാതന്ത്ര്യമില്ലായിരുന്ന ഒരു കാലഘട്ടം ഈ കേരളത്തിലുണ്ടായിരുന്നു. നാടാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളൊക്കെ ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറി. എന്തിന്? ക്രൈസ്തവ മതത്തെ സ്നേഹിച്ചിട്ടല്ല, ശരീരം മറക്കാൻ. അവർ മതം മാറി, ശരീരം മറച്ച് അങ്ങാടിയിലേക്ക് ഇറങ്ങി. ഇവിടുത്തെ ഉന്നത ജാതിയിൽപ്പെട്ട ആളുകൾ അവരുടെ വസ്ത്രം വലിച്ചു കീറി. അവർ 43 വർഷം കലാപം നടത്തിയതിന് ശേഷമാണ് 1865 സ്ത്രീക്ക് ശരീരം മറക്കാമെന്ന ഒരു രാജകീയ വിളംബരമുണ്ടാകുന്നത്. 1865 അവിടെയാണ് മക്കളെ 1400 വർഷം മുൻപ് യാ അയ്യുഹൻ നബിയു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന ദാലിക അദ്നാ അൻ യുഅറഫന ഫലാ യുദൈന. അല്ലാഹുവിൻ്റെ പ്രവാചകനോട് ഖുർആൻ പറഞ്ഞു, നിന്റെ മക്കളോട്, സത്യവിശ്വാസിനികളോട് നീ പറയുക, അവരവരുടെ തലയിലിട്ട ആ വസ്ത്രമുണ്ടല്ലോ മാറിടത്തിലൂടെ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ എന്ന്. 1400 വർഷം മുൻപ്, 2 ആഴ്ച മുൻപ് പഴയ സിനിമാ നടി ശാരദ പറഞ്ഞു, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെ പഴയ സിനിമാ നടി ശാരദ, നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് പുതിയ ആളുകളെ അറിയുള്ളൂ, അവർ പറഞ്ഞു സ്ത്രീകളുടെ വേഷം കുറച്ച് നന്നാക്കണം. പ്രശ്നങ്ങൾക്കുള്ളൊരു കാരണം അതാണ്. ആളുകൾക്ക് പലതും ചോദിക്കാം, നല്ല വേഷം ധരിച്ചാൽ പ്രശ്നമുണ്ടാകില്ലേ? മദ്യപിക്കാത്ത ആളുകൾക്ക് കരളിന് രോഗം വരില്ലേ? തിരിച്ചു ചോദിക്കാം, ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം കേട്ടോ, ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാൽ ആക്സിഡന്റ് ഉണ്ടാകില്ലേ? എത്ര ചോദ്യമുണ്ട്. ഒരു വ്യവസ്ഥ ഇസ്ലാം വെച്ചു, മാന്യമായ വേഷം ധരിക്കണം, നിങ്ങൾ ഒറ്റപ്പെടരുത്. ഒരു സംവിധായകൻ പറയണേ, ഒരു സ്ത്രീ പറയണേ, ഒരു ഫ്ലാറ്റിലേക്ക് ഒരു നടിയെ വിളിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണ്ടേ സംവിധായകനോടും പ്രൊഡ്യൂസറോടും ആരാണ് നിങ്ങളുടെ കൂടെയുള്ളത് എന്ന്?
അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ ആരെയെങ്കിലും കൊണ്ടുപോണ്ടേ? 1400 കൊല്ലം മുൻപ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യഖ്ലൂന റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ മഅ ദീ മഹ്റം. ഒരാണും ഒരു പെണ്ണും ഒറ്റപ്പെടരുത്. വാട്സപ്പിൽ അധിക സമയം വിശേഷം ചോദിച്ച് ഫ്രണ്ട്സാണെന്ന് പറഞ്ഞ് കൂടെ കൂടുന്ന ആൺകുട്ടികളെക്കാൾ സ്നേഹം പെൺകുട്ടികളായ ഫ്രണ്ട്സിനോടുണ്ടാകുന്ന കപടരായ പുരുഷന്മാരുണ്ട്. ചാൻസ് കിട്ടിയോ അവർ നിങ്ങളുടെ ശരീരത്തെ ആഗ്രഹിക്കും. ഹബീബായ റസൂല് പറഞ്ഞു, ഒരാണും പെണ്ണും ഒറ്റപ്പെടരുത്. ഒറ്റപ്പെട്ടാൽ മൂന്നാമതായി അവിടെ പിശാചു വരും. വരൂല എന്ന് പറയാനാണല്ലോ കുടുംബസമേതം സിനിമ കാണാൻ പോകാറുള്ളത്. സംസ്കാരവും പുരോഗമനം ഉണ്ടാകാന്. അവിടെയാണ് കമ്മീഷൻ റിപ്പോർട്ട്. അയാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, എന്നോട് അത് ചോദിച്ചു, ഇത് ചോദിച്ചു, എന്നെ പീഡിപ്പിച്ചു, എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇസ്ലാം നൽകുന്ന ഒരു സംരക്ഷണം. വലാ തഖ്ലഅന ബിൽ ഖൗലി, നിങ്ങളൊരു ആൺകുട്ടിയോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, കാരണം അവരുടെ മനസ്സിലൊരു തരം രോഗമുണ്ടാകും. വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ മാന്യമായി സംസാരിച്ചോ, നിങ്ങൾ മാന്യമായി ഇടപഴകിക്കോ, നിങ്ങൾ മാന്യമായി കാര്യങ്ങൾ ചെയ്തോ, ജോലിക്ക് പോയിക്കോ, മാന്യമായി ജോലി ചെയ്തോ, ആരാധനകളിൽ ഏർപ്പെട്ടോ, മാന്യമായി കാര്യങ്ങൾ ചെയ്തോ. കൊഞ്ചിക്കുടഞ്ഞുള്ള സംസാരം, ഓൺലൈനും ഓഫ്ലൈനുമായ സംസാരം ഉണ്ടാകുമ്പോൾ അത് പ്രയാസങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കുമാണ് എത്തിക്കുക. ലാ യഹില്ലു ലിഇംറഅത്തിൻ, ഒരു പെൺകുട്ടിക്ക് അനുവദനീയമല്ല അൻ തുസാഫിറ ഇല്ലാ വമഅഹാ ദൂ മഹ്റമിൻ മിൻഹാ, മഹറമല്ലാത്ത ഒരാളുടെ കൂടെ ഒരു രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന യാത്ര ചെയ്യരുത്. അത് അവകാശ ലംഘനമല്ല. നിങ്ങൾക്ക് ഒരു രാത്രിയും പകലുമുള്ള യാത്ര പോണോ എങ്കിൽ ഉപ്പ കൂടെ ഉണ്ടാകണം, സഹോദരൻ കൂടെ ഉണ്ടാകണം, വല്യുപ്പ കൂടെ ഉണ്ടാകണം, സഹോദരൻ്റെ മക്കളുണ്ടാകണം. അതാണ് മഹറം എന്ന് പറഞ്ഞാൽ. അത് സംരക്ഷണമാണ്. ഈ അടുത്ത് ഡോക്ടർമാരുടെ ഒരു സമരം നടന്നു അല്ലേ? കഴിഞ്ഞ മാസം നമ്മളൊക്കെ നമ്മുടെ മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുക സമരമെന്ന് പറഞ്ഞു. നമ്മളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. കൽക്കത്തയിൽ 34 മണിക്കൂർ ഒരു പെൺകുട്ടി ജോലി ചെയ്യുകയാണ്. 34 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ക്ഷീണിച്ചു. ഒരു സ്ഥലത്ത് പോയി കിടന്നു. ഒരു കശ്മലൻ അവളെ പീഡിപ്പിച്ചു. അന്ന് രാത്രി അച്ഛന് വരുന്ന ഫോൺ എന്താ അറിയോ? നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു, എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യൂല. ഇന്നലെ രാത്രി എന്നെ ഫോൺ ചെയ്താ കിടന്നുറങ്ങിയത്. പോസ്റ്റ്മോർട്ടം ചെയ്തു. അവൾ ധരിച്ചിരുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അത് പൊട്ടി കണ്ണിലേക്ക് പോയിട്ടുണ്ട്. വളരെ ക്രൂരമായി ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓരോ 16 മിനിറ്റിലും സ്ത്രീ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ പുരോഗമനവാദികൾ പറയുന്ന സംരക്ഷണം. എന്താ? സിനിമ ഉണ്ടല്ലോ, എൻ്റെ സിനിമ കണ്ട് ഒരു 10 ആളുകളാണ് മോശമായിപ്പോയാൽ ഞാൻ വളരെ ഉഷാറായി എന്ന് പറയുന്നൊരു സംവിധായകൻ പറഞ്ഞല്ലോ. ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധ ഇസ്ലാം നൽകുന്ന അവകാശങ്ങളെക്കുറിച്ചാണ്. മക്കളെ, ഈ അവകാശങ്ങൾ നമുക്ക് ബോധ്യമുണ്ടാകണം. ആരാണ് മഹറം? നമുക്ക് ആരുടെ പിറകിലും കയറി യാത്ര ചെയ്യാൻ പറ്റൂല. ഒരാൾ ബൈക്കും കൊണ്ടുവന്ന് പോരണോ എന്ന് ചോദിക്കുമ്പോൾ പോയിട്ടില്ലെങ്കിൽ ഞാനൊരു 6-ാം നൂറ്റാണ്ടുകാരിയാകുമോ എന്നല്ല ചിന്തിക്കേണ്ടത്. നോ എന്ന് പറയാൻ കഴിയണം. മാന്യമായ വൈവാഹിക ജീവിതം ഇസ്ലാം സ്ത്രീ പുരുഷന്മാർക്ക് നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ആൺകുട്ടികളെ, പെൺകുട്ടികളെ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ, ഇസ്ലാമിക വേഷത്തിൽ അഭിമാനമുണ്ടായാൽ, ഇസ്ലാമിക സംസ്കാരങ്ങളിലും വിശ്വാസങ്ങളിലും അഭിമാനമുണ്ടായാൽ നമുക്ക് പരലോകത്ത് സ്വർഗം ലഭിക്കുമെന്നത് മാത്രമല്ല, ഈ ലോകത്ത് സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയും. റളീതു ബില്ലാഹി റബ്ബൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, റളീതു ബില്ലാഹി റബ്ബൻ, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. ഞാൻ എൻ്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇസ്ലാം എന്ന മതത്തെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവിടുത്തെ വചനങ്ങളെ ഞാൻ ശിരസാവഹിക്കുന്നു എന്ന പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ സന്ദേശവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.